സംസ്ഥാനത്ത് ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി നടപടി സ്വീകരിക്കുന്നതിൽ കോട്ടയം ഒന്നാമത്. 150 കുറ്റവാളികൾക്കെതിരെയാണ് കോട്ടയത്ത് നടപടിയുണ്ടായത്. ആലപ്പുഴയാണ് ഇക്കാര്യത്തിൽ രണ്ടാമത്. യുവാവിനെ കൊന്ന കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടിട്ട സംഭവം കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ്. കെ ഡി ജോമോൻ എന്ന ഗുണ്ടയെ കാപ്പ ചുമത്തിയിട്ടും തുടർ നടപടിയെടുക്കാത്തതാണ് അന്ന് കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഒരു കാരണമായത്. ഇത് അന്ന് വിവാദമാകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നീക്കം ജില്ലയിൽ ശക്തമായത്. 301 കുറ്റവാളികളെ ശുപാർശ ചെയ്തതിൽ 151 പേർക്കെതിരെ നടപടി പൂർത്തിയായി. 46 പേരെ നാടുകടത്തി, 18 പേരെ ജയിലിലാക്കി. നമ്മൾ പൊതുവെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി അപ്പം തന്നെ നമ്മൾ നടപടി സ്വീകരിക്കുക, പരാതി സ്വീകരിക്കുക, കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ കേസെടുക്കുക. പ്രത്യേകിച്ച് ആൻറ്റി സോഷ്യൽസ് ഇൻവോൾവ് ആയ പരാതിയാണെങ്കിൽ അതിൽ വൈകാതെ തന്നെ കേസെടുക്കാനുള്ള കാര്യമാണെങ്കിൽ കേസെടുക്കുക, അറസ്റ്റും മറ്റു കാര്യങ്ങൾ നടക്കുക. ഉടൻ തന്നെ മറ്റ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് 107 CRPC, 110 CRPC, അതുപോലെ അയാൾ വീണ്ടും ക്രൈമിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് മുൻകാലങ്ങളിലെ ജാമ്യൻ കണ്ടീഷൻസ് നമ്മൾ പൊതുവേ നോക്കാറുണ്ട്. അപ്പോൾ ജാമ്യൻ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൺസേൺഡ് കോടതിക്ക് അഫിഡവിറ്റ് ഫയൽ ചെയ്ത് അത് ഫോളോ അപ്പ് നടത്തുക. അത് കാപ്പ മാത്രമല്ല, ഒരു ആൻറ്റി സോഷ്യൽസ് കൺട്രോൾ ചെയ്യുന്നത് അതും ഒരു മെത്തഡാണ്. പിന്നെ കാപ്പ അർഹതപ്പെട്ട ആളെയും കാപ്പ കൊടുക്കുക. കോട്ടയത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കാപ്പ നിയമം നടപ്പാക്കുന്നതിൽ 90% വർധനയാണ് ഉണ്ടായത്. 2018 മുതൽ 2023 വരെ സ്ഥിരം കുറ്റവാളികളായ 304 പേർക്കെതിരെയാണ് കാപ്പ നിയമപ്രകാരം നടപടിയെടുത്തത്. 250 പേർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത ആലപ്പുഴയാണ് രണ്ടാം സ്ഥാനത്ത്. മറ്റ് ജില്ലകളിൽ നടപടി നേരിട്ടവർ 100-ൽ താഴെയാണ്. നിയമം ശക്തമായി നടപ്പാക്കാൻ തുടങ്ങിയത് കുറ്റകൃത്യങ്ങൾ കുറയാൻ കാരണമായി എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.